സ്റ്റേഡിയം ഉണ്ട്, പക്ഷേ അത് നമ്മൾ അതനുസരിച്ച് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇനി അങ്ങോട്ട് ഒരു ഇൻ്റർനാഷണൽ മാച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇനി അടുത്ത കാലങ്ങളിലെല്ലാം നമുക്ക് ഇൻ്റർനാഷണൽ മാച്ച്, ഞാൻ വിചാരിക്കുന്നത് ഈ മാച്ച് കഴിയുന്നതോ അവസാനിക്കുന്നതോടുകൂടി ഇനിയുള്ള ഈ ഫിഫ വിൻഡോ ഫ്രണ്ട്ലി മാച്ചുകൾ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടും. അത് വലിയ വിജയമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കേരള സ്പോർട്സ് ചരിത്രത്തിൻ്റെ മാറ്റം ചിലപ്പം ഈ മെസ്സിയോട് വരവരോടുകൂടി ഉണ്ടാവും, അല്ലെങ്കിൽ അർജന്റീനയും ഓസ്ട്രേലിയ തമ്മിലുള്ള മാച്ചിനോടുകൂടി ഉണ്ടാവും. ഞാൻ ഇനി ഈ മെസ്സി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇനി അതെന്താണ്, ഇനി വരേണ്ടത് അർജന്റീന ഓസ്ട്രേലിയ ഫ്രണ്ട്ലി മാച്ചാണ്. അതിൻ്റെ അർജന്റീനയുടെ നായകൻ മെസ്സിയാണ് എന്നുള്ളതാണ്. അപ്പോൾ മെസ്സി അർജന്റീനയുടെ എ ടീമാണ് കളിക്കാൻ വരുന്നത്. മെസ്സി അടങ്ങുന്ന ക്യാപ്റ്റനായിട്ട് എ ടീമാണ് വരുന്നത്, ഓസ്ട്രേലിയ ടീമുമാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടുപേരും നമ്മളെ സംബന്ധിച്ചിടത്തോളം തുല്യരാണ്. അപ്പോൾ ഒരു മാച്ചിനെ അങ്ങനെയാണല്ലോ നമ്മൾ തുല്യ ശക്തികൾ ഏറ്റുമുട്ടുക എന്നുള്ള നിലയിലേക്ക് ഒരു മാച്ചിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നത്. ആ ഫ്രണ്ട്ലി മാച്ച് കേരളത്തിൽ നടക്കുന്നു. അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ക്രോഡീകരിക്കാൻ റിപ്പോർട്ടർ ടിവിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണുന്നത്.